ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ക്ഷേത്രത്തിലെ രഥത്തെക്കുറിച്ചും തിരുവനന്തപുരം മ്യൂസിയത്തിലെ ചില അപൂർവ ശേഖരത്തെക്കുറിച്ചുമുള്ള രസകരമായ വസ്തുതകളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പോയത് 3 ദിവസത്തെ ഒരു തിരുവനന്തപുരം ട്രിപ്പിനാണ്. അതിൽ നേപ്പിയർ മ്യൂസിയവും പിന്നെ ശ്രീ ചിത്ര ആർട്ട് ഗാലറിയും സന്ദർശിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം പോയത് നേപ്പിയർ മ്യൂസിയത്തിലേക്കാണ്. പിന്നെ ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. പിന്നെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 10 തൊട്ട് ഈവനിങ് 6 വരെയാണ്. പിന്നെ തിങ്കളാഴ്ച ഇവർ അവധിയാണ്. ഈ കെട്ടിടം 19ാം നൂറ്റാണ്ടിൽ 1857 നിർമ്മിച്ചതാണ്. മുൻ മദ്രാസ് ഗവർണർ ജനറൽ ജോൺ നേപ്പിയറുടെ പേരിലാണ് ഈ കെട്ടിടം സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ തുടക്കത്തിൽ നമുക്ക് ഓരോ നൂറ്റാണ്ടിലെയും കൃഷ്ണൻ്റെയും പിന്നെ വിഷ്ണുവിൻ്റെയും വിഗ്രഹങ്ങൾ കാണാൻ കഴിയും. ഇവയെല്ലാം ചരിത്രപരമായ പുരാവസ്തുക്കളാണ്. അതുമാത്രമല്ല, മരത്തിൽ പണി കഴിപ്പിച്ച പല വിഗ്രഹങ്ങളും ഇവിടെ കാണാൻ കഴിയും.
ആനക്കൊമ്പിൽ പണിയെഴുപ്പിച്ച കൃഷ്ണൻ്റെ രാധയുടെ വിഗ്രഹം ഒരു ആകർഷണം തന്നെയാണ്. അതിൻ്റെ ബാക്കിലുള്ള മിററിലൂടെ വളരെ വ്യക്തമായിട്ട് രണ്ട് രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ കഴിയും. In the mirror is more beautiful. Sri Rama. Rama. Yeah, Rama, Sita, Sita. and So Hanuman, Hanuman, and Sita, Lakshmana. Lakshman. Yeah. Sri Rama. Simply, Angu photo. Kind of old ancient The car. John, you cannot go there. Come here. Simply, you cannot go there. Maybe Ganesh. Don't touch me. Saint Francis. Saint George. The Christian God. That body softness, now, like this, it's always in the ivory, you can see. It's beautiful. See, if I റോയൽ ഡ്രസ്സിംഗ് ടേബിൾ. dressing table, Makeup table. why a dressing table? See, you should buy for me nice one. Like this. She won't like this one in our home. No space for her. ഇതാണ് റോയൽ ഡ്രസ്സിംഗ് ടേബിൾ. ഈ മ്യൂസിയത്തിലെ അത്ഭുതകരമായ കൊത്തുപണികളിൽ ഒന്നാണിത്. റോയൽ ഡ്രസ്സിംഗ് ടേബിളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവൈലബിൾ അല്ല. ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. നമ്മുടെ കഥകളിയുടെ എല്ലാ പ്രമുഖ രൂപങ്ങളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. This is Kerala Bashi. Amana. Kadagi. Varaha. ഇപ്പോൾ നമ്മൾ കാണുന്ന സെക്ഷനിലാണ് വെങ്കലത്തിൽ നിർമ്മിക്കപ്പെട്ട ആഭരണപ്പെട്ടികൾ, പലതരത്തിലുള്ള വിളക്കുകൾ, വിഗ്രഹങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവയ്ക്കെല്ലാം
Darsana. അപ്പോൾ നമ്മൾ മെയിൻ ഹാളിൽ നിന്ന് അടുത്ത റൂമിലേക്ക് നടക്കുവാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാമാണ് കല്ലുകളിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളാണ് ഇതെല്ലാം. ഇതിനെല്ലാം നല്ല പഴക്കമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഗ്രഹ കൊത്തുപണികളാണ് നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമകൾ. Second. പിന്നെ ഈ മ്യൂസിയത്തിലെ അടുത്തൊരു സവിശേഷതയാണ് ഈ കാണുന്ന മുഖമൂടികളും കലാരൂപങ്ങളും. ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങളല്ല, വെളി രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കളക്ട് ചെയ്ത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളതാണ്. ഇവ എല്ലാം മറ്റു രാജ്യങ്ങളിലെ കലാരൂപങ്ങൾ നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. മെയിനായിട്ടും ഇവയെല്ലാം കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ ബാലി, ജാവ ഐലൻഡ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ നേപ്പിയർ മ്യൂസിയം ഒരു ആർട്ട് ഗാലറി കൂടിയാണ്. പുരാതനമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കോയിൻ കളക്ഷൻ എന്നിവയും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. This one is a dance. Yeah. Java. Bali is nothing. Really? Why did there is a related to Java? Malaysia, Indonesia. This one? Yeah, this is also Java. Yeah. So this one also. All from Indonesia. This It's also connected to Kerala. Yeah, some things are there also. This is temple. Look at that. Very old one. Oh, so beautiful. That one in the picture. Balinese figure with bow. This is Balinese. You know, Balinese is Indonesia. Indonesia, Java Island, Bali. Good for monkey. Okay, I little bit understand because of that. You know, you have also this kind of mask and dance. Indonesia also. Indonesia have also the same This one. is Sri Lankan. This is Sri Lanka. Sri Lankan Mugamudi. This is Ceylon. Yes, Sri Lankan. So these all the things This are is connected. They came here. Ceylon We go is also mask. there. Yeah.
that one? Always I see that temple also I saw that. What is that? This is called Ananda Shadow. The way of sleeping in the snake. It's Vishnu. ഈ കാണുന്നത് ശിവന്റെ മറ്റൊരു രൂപമാണ്. പ്രശസ്ത ബംഗാൾ ശില്പി DP റോയ് ചൗധരിയാണ് ഇത് പണികഴിപ്പിച്ചിട്ടുള്ളത്. Kaina Advoko. Panchavadyam. Five equipment. This all will come the music. It's called Panchavadyam. Like this. Yeah, like that. Like this. Southeast Asian also using this drum and also the almost same. We have also. Some people. Look at this. Veena. I like that sound coming from that the sound box. Doom like this. Not only the sound. This is the boat from the snake boat. I see in the temple only this. The temple. No? Ding 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 ding. This is Yal. Yeah. We have also sound. Japanese mask. Geisha. Because this all row there come like this. Queen. Queen Buddha. Fortune stick is it? Museum itself is beautiful also. The architecture is. ഈ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇന്തോ സരസനിക് വാസ്തുവിദ്യ പ്രകാരമാണ്. അതുമാത്രമല്ല മേൽക്കുര പണിതിട്ടുള്ളത് ഗോത്തിക് ഡിസൈനിലാണ്. We cannot go upstairs, no? We have another place. Same museum. നേപ്പിയർ മ്യൂസിയം സന്ദർശിക്കുന്നത് സന്ദർശകർക്ക് സമ്പന്നമായ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകും. അപ്പോൾ നമ്മൾ ആർട്ട് മ്യൂസിയം കണ്ടു കഴിഞ്ഞു. ഇനി ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. നമ്മുടെ രാജാക്കന്മാരുടെ ഡ്രസ്സുകളും അവരുടെ ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് പോരാ. Okay. See the museum inside is beautiful. It's an old building, right? So the next will be where? We are going to see the museum. Again museum. Yeah. There's one more museum. Where we can see all the. Nice place. Cool. This is for the picnic, right? The family picnic area, yeah? അപ്പോൾ ഗായ്സ് നമ്മൾ രണ്ടാമത്തെ മ്യൂസിയത്തിലേക്ക് എത്തി. ശ്രീ ചിത്ര ആർട്ട് ഗാലറി. Show me. Cannot go. Shumli, remove the chapter. 1935 സെപ്റ്റംബറിൽ 25-നാണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ പൊതുജനങ്ങൾക്കായി ശ്രീ ചിത്ര ആർട്ട് ഗാലറി തുറന്നു കൊടുത്തത്. Indonesia, ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഒട്ടുമിക്ക പ്രശസ്തമായ ചിത്രങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതും വളരെ റെയർ ആയിട്ടുള്ളതാണ്.
നൂറുകണക്കിന് ചിത്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ മ്യൂസിയം. രാജരവിവർമ്മ, നിക്കോളാസ് റോറിച്ച്, സ്വെറ്റോസ്ലാവ് റോറിച്ച്, ജെമിനി റോയി, രവീന്ദ്രനാഥ ടാഗോർ, VS വലിയത്താൻ, ശ്രീ രാജരാജവർമ്മ, KCS പണിക്കർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ചൈനീസ്, ജാപ്പനീസ്, ബാലിനീസ് പെയിന്റിങ്സ് കൂടാതെ ടിബറ്റിൻ തങ്ക, ചരിത്രാതീത കാലത്തെ ഇന്ത്യൻ മ്യൂറൽ പെയിന്റിങ്സ് ഇവിടെ ഈ ശേഖരത്തിലുണ്ട്. There is some history, you know. Yeah. So one person will tell one story by dance. Okay. Look at this. Hey, look at this. Tapioca cultivation. മ്യൂസിയത്തിൻ്റെ നടുവിൽ രാജരഥം പ്രദർശിപ്പിച്ചിരിക്കുന്നു. രാജാവിൻ്റെ വായനശാലയും അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും നമുക്കിവിടെ കാണാൻ കഴിയും. And the stair. ഇതാണ് രാജാവിന്റെ രഥം. Oh my God. This is the king reading time sitting. It's just like normal sofa. Yeah. Reading chair used by Maharaja. Yeah. Turban. Yeah. Spectacles used by Maharaja. But it's how much power he has. Like degree, how much. The old one. They can make a recovery. Recreation. അപ്പോൾ ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ചെയ്ത വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം കേരളത്തിൻ്റെ നാഷണൽ ട്രഷറായിട്ട് നമുക്ക് കരുതപ്പെടാം. ഒരു വട്ടം കൂടി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ ബഹുമാനിച്ച് ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്നും മടങ്ങി.